ഗുഡ് മോർണിംഗ് എവരി വൺ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. നമ്മൾ മുൻപ് സംസാരിച്ചിട്ടുള്ളത് പോലെ തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് മാത്രമല്ല PSCയുടെ ഓഫീസിലേക്ക്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിലേക്ക്, കേരള ഓഡിറ്റ് വകുപ്പിലേക്ക്, വിജിലൻസ് ട്രിബ്യൂണലിലേക്ക്, ഈ ഇടങ്ങളിലേക്കെല്ലാം ഉള്ള ഒരു പരീക്ഷയാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. ആകെ പ്രിലിമിനറി, മെയിൻ എന്നിങ്ങനെ 2 എക്സാമുകളും ഇൻ്റർവ്യൂവുമാണുള്ളത്. ഇൻ്റർവ്യൂവിന് 20 മാർക്കാണ് എന്ന് നോട്ടിഫിക്കേഷനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പ്രിലിമിനറി എന്ന് പറയുന്നത് ഒരു കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ തന്നെ ആയിരിക്കും. അതിൽ ഒരു പേപ്പറും മെയിൻസിന് 2 പേപ്പറും, ഒന്ന് സ്പെഷ്യൽ ടോപ്പിക്കും ആയിരിക്കുമെന്നാണ് നമ്മൾ തീർച്ചയായിട്ടും കരുതുന്നത്. 31-ാം തീയതി, ഡിസംബർ 31-ാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ വന്നത്. ഇന്ന് അടുത്ത ദിവസം ജനുവരി 1-ാം തീയതിയാണ് സിലബസ് വരിക എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അപ്പോൾ സിലബസിൻ്റെ മുകളിൽ ഇനി ഊഹങ്ങളോ അങ്ങനെ ഒന്നും നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നില്ല. ഇപ്പോഴും നമ്മൾ അങ്ങനെയൊന്നും പ്രത്യേകിച്ചൊന്നും പറയാൻ പോകുന്നില്ല. സിലബസ് വന്നതിന് ശേഷം, വ്യക്തമായ സിലബസ് നമുക്ക് ലഭിച്ചതിന് ശേഷം നമ്മൾ ഇന്ന് തന്നെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് അനാലിസിസ് വിത്ത് അവർ സ്റ്റഡി പ്ലാൻ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും. സ്റ്റഡി പ്ലാനിൻ്റെ ഒരു റഫ് ഐഡിയയാണ്, പ്രോപ്പർ ആയിട്ടുള്ള ആസ് എ ഡോക്യുമെൻറ്റ് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തരുന്നത് നമ്മൾ ഒരു 2-3 ദിവസത്തിന് ശേഷമായിരിക്കും. സോ ദാറ്റ് നമുക്ക് സിലബസ് അനലൈസ് ചെയ്തുകൊണ്ട് സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാനാണ് നമ്മൾ തരാൻ പോകുന്നത്. നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ സ്റ്റഡി പ്ലാൻ എപ്പോൾ തരുമെന്ന് ചോദിച്ച് കുറേ എൻക്വയറീസ് വന്നിരുന്നു. അതുകൊണ്ടാണ് വ്യക്തമായിട്ട് പറയുന്നത്. നമുക്ക് ആ സിലബസ് അനലൈസ് ചെയ്യണം, എന്നിട്ട് മാത്രമേ നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ടീമിന് സാധിക്കുകയുള്ളൂ എന്നുകൂടി മനസ്സിലാക്കുക. പിന്നെ 29-ാം തീയതി, ജനുവരി 29-ാം തീയതി വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം എന്നുകൂടി മനസ്സിലാക്കുക. കൃത്യമായി പുതിയതായിട്ട് അപ്ലൈ ചെയ്യുന്ന ആളുകളാണ്, പ്രൊഫൈൽ ഉണ്ടാക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ 6 മാസത്തിനുള്ളിൽ എടുത്ത ഒരു ഫോട്ടോ ആണ് ആഡ് ചെയ്യേണ്ടത് എന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ സിലബസ് ഇന്ന് വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ നിങ്ങളോട് ഒരു സിലബസ് അനാലിസിസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിനുശേഷം 2 to 3 ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ കൃത്യമായി ഉണ്ടാക്കുകയും, നമ്മൾ ഇതിനു മുമ്പ് 3 ആഴ്ചയോളം നമ്മൾ വീക്ക്ലി പൈലറ്റ് സ്റ്റഡി പ്ലാനുകൾ നടത്തിയിരുന്നു. നമ്മളുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളിൽ ഒരുപാട് പേര് അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ട്യൂസ്ഡേ ടെസ്റ്റുകൾ, തേഴ്സ്ഡേ ടെസ്റ്റുകൾ, സാറ്റർഡേ വീക്ക്ലി ടെസ്റ്റുകൾ, ടെസ്റ്റ് ഡിസ്കഷൻ എന്നിങ്ങനെയുള്ള ആ ഒരു ഫോർമാറ്റിലൂടെ നമ്മൾ 7 വീക്കുകളിലൂടെ കടന്നു പോയപ്പോൾ നിങ്ങൾക്ക് തന്നെ ആ മാറ്റം മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ സിലബസ് ഇന്ന് വരും. നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, അതിൻ്റെ ഒരു അനാലിസിസ് നടത്തുന്നതായിരിക്കും. അതനുസരിച്ച് ഒരു സ്റ്റഡി പ്ലാനും തയ്യാറാക്കുന്നതായിരിക്കും. അതിനുശേഷം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സ്റ്റഡി പ്ലാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു എവരിവൺ.